ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ നദികളും തടാകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ LDCയിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യമായി, ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെയുള്ള ഗംഗയുടെ പ്രയാണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെയുള്ള ഗംഗാനദിയുടെ പ്രയാണങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദ്യം. ഹരിദ്വാറിൽ നിന്നാണ് ഗംഗയുടെ പ്രയാണം ആരംഭിക്കുന്നത്. അടുത്തത്, പുരാണങ്ങളിൽ കാളന്തി എന്ന് വിളിക്കപ്പെട്ട നദി ഏത്? പുരാണങ്ങളിൽ കാളന്തി എന്ന് വിളിക്കപ്പെടുന്ന നദി ഏത്? യമുന നദിയാണ് പുരാണങ്ങളിൽ കാളന്തി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? നർമ്മദ നദിയാണ് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി. അടുത്തത്, ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗാ നദിയുടെ കൈവഴി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗാ നദിയുടെ കൈവഴി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഒഴുകുന്ന ഗംഗയുടെ കൈവഴി അറിയപ്പെടുന്നത്. BScയിൽ ഇങ്ങനെ ചോദ്യം വന്നാലും പത്മ എന്ന് തന്നെയാണ്. അതായത് ഗംഗയുടെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ഏത്? ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മ എന്നാണ്. അടുത്തത്, ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര നദിയാണ് ടിബറ്റിൽ സാങ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്ന പേര്? ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന കൈവഴി അറിയപ്പെടുന്ന പേര് ജമുന എന്ന പേരിലാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ്. അതേസമയം ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. രണ്ടും മാറിപ്പോകരുത്. അടുത്തത്, ആസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി ഏത്? ആസാമിൻ്റെ ദുഃഖം എന്നും ചുവന്ന നദി എന്നും അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. ഓക്കെ, ആസാമിൻ്റെ ദുഃഖം, ചുവന്ന നദി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദി. അടുത്തത്, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്? നർമ്മദ നദിയാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. അടുത്തത്, മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏത്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏത്? ലൂണി നദിയാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി. അടുത്തത്, ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്? ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്? നർമ്മദ നദിയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നത്. ഇന്ത്യയിലൂടെ രണ്ടായി മുറിച്ച് കിടക്കുന്ന നദിയാണ് നർമ്മദ നദി. അടുത്തത്, വൃദ്ധഗംഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഏത്? വൃദ്ധഗംഗ അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഏത്? ഗോദാവരി നദിയാണ് വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, തെക്കേന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്? തെക്കേന്ത്യയിലെ ഏത് നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത്? കാവേരി നദിയാണ് ദക്ഷിണഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയും ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയുമാണ്. തെക്കേന്ത്യയിൽ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. അടുത്തത്, നീളത്തിലും വലിപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി ഏത്? നീളത്തിലും വലിപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി, അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാലും ഈ നദി ഇത് തന്നെയാണ് ആൻസർ. ഗോദാവരി നദിയാണ് നീളത്തിലും വലിപ്പത്തിലും ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ നദി. ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. അടുത്തത്, ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി. യമുന നദിയാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. അടുത്തത്, ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിലെ റാഞ്ചിയാണ് ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം അത് ഹൊഗനക്കലാണ്. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഹൊഗനക്കൽ. അടുത്തത്, അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ഏത്? ദാമോദർ വാലി നദിയാണ്. ദാമോദർ വാലി പദ്ധതിയാണ് അമേരിക്കയിലെ ടെന്നസ് വാലി പദ്ധതി മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ദാമോദർ വാലിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി. അതുപോലെ തന്നെ അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിൽ ചെയ്തതും ദാമോദർ വാലിയാണ്. അടുത്തത്, ഏത് നദിയിലും പോഷക നദികളിലുമാണ് സർദാർ സരോവർ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലും പോഷക നദികളിലുമാണ് സർദാർ സരോവർ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ ജലവിഭവ വികസന പദ്ധതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ ജലവിഭവ വികസന പദ്ധതിയാണ് സർദാർ സരോവർ അണക്കെട്ട് അല്ലെങ്കിൽ സർദാർ സരോവർ പദ്ധതി. അത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദ നദിയാണ്
അതിലെ ഏറ്റവും ബൃഹത്തായ ജലവിഭവ വികസന പദ്ധതിയാണ് സർദാർ സരോവർ അണക്കെട്ട് അല്ലെങ്കിൽ പദ്ധതി. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏത്? തെഹരി അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് എന്ന് പറയുന്നത് തെഹരി അണക്കെട്ടാണ്. അടുത്തത്, രാജസ്ഥാൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ജലസേചനം ഒരുക്കുവാനുള്ള പദ്ധതി ഏത്? രാജസ്ഥാൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ജലസേചനം ഒരുക്കാനുള്ള പദ്ധതി ഏത്? ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റാണ് രാജസ്ഥാനിലെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ജലസേചനം ഒരുക്കുന്ന പദ്ധതി. ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ്. അടുത്തത്, ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി പ്രോജക്റ്റിന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്ത്? രാജസ്ഥാൻ കനാൽ എന്നാണ്. ഇന്ദിരാഗാന്ധി പ്രൊജക്റ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് രാജസ്ഥാൻ കനാലാണ്. രാജസ്ഥാൻ്റെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ജലസേചനം ഒരുക്കുന്ന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പ്രൊജക്റ്റ്. അടുത്തത്, ഏത് നദിയിലാണ് ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് ബക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്? സത്ലജിലാണ്. അടുത്തത്, ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണ് തെഹരി അണക്കെട്ട്. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഭഗീരഥി നദിയിലാണ്. അടുത്തത്, ബക്ര അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏത്? ബക്ര അണക്കെട്ട് രൂപം നൽകുന്ന തടാകം ഏത്? ഗോവിന്ദ് സാഗർ തടാകമാണ് ബക്ര അണക്കെട്ടിന് രൂപം നൽകുന്നത്. അടുത്തത്, റിഹന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? റിഹന്ത് വിവിധോദ്ദേശ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് റിഹന്ത് വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഏത്? സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദിയാണ് ലോണി നദി. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ലോണി നദിയാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ്. അടുത്തത്, കർണാടകയിലെ കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ മറ്റൊരു പേരെന്ത്? കർണാടകയിലെ കൃഷ്ണരാജസാഗർ ഡാമിൻ്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം. വിശ്വേശ്വരയ്യ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയിലാണ്. ഓക്കെ, കൃഷ്ണരാജസാഗറിൻ്റെ മറ്റൊരു പേരാണ് വിശ്വേശ്വരയ്യ ഡാം. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലെ ഡാം ഏത്? സൽമ ഡാം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലെ ഡാമാണ് സൽമ ഡാം. അടുത്തത്, ഇന്ത്യ ഏത് രാജ്യത്താണ് അരുൺ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത്? നേപ്പാൾ. ഇന്ത്യ ഏത് രാജ്യത്താണ് അരുൺ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ നേപ്പാളിലാണ്. അടുത്തത്, ഇന്ത്യ നേപ്പാൾ സംയുക്ത സംരംഭമായ കോസി പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ. ഇന്ത്യ നേപ്പാൾ സംയുക്ത സംരംഭമായ കോസി പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ബീഹാറാണ്. അടുത്തത്, ഇന്ത്യയിലെ മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏത്? ധുവാൻധർ വെള്ളച്ചാട്ടം. മധ്യപ്രദേശിലെ ധുവാൻധർ വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ മാർബിൾ വെള്ളച്ചാട്ടം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ധുവാൻധർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? നർമ്മദ നദി. ധുവാൻധർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് നർമ്മദ നദിയാണ്. ഇന്ത്യയിലെ മാർബിൾ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ധുവാൻധർ വെള്ളച്ചാട്ടം. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏത്? കുറ്റാലം വെള്ളച്ചാട്ടം. സ്പാ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് കുറ്റാലം വെള്ളച്ചാട്ടം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏത്? ജോഗ് വെള്ളച്ചാട്ടം. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. അടുത്തത്, ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഗർസപ്പോ വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് ഗർസപ്പോ വെള്ളച്ചാട്ടം. കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ജോഗ് വെള്ളച്ചാട്ടമാണ്. അടുത്തത്, ഏതു നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ശരാവതി നദി. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നറിയപ്പെടുന്നത് ശരാവതി നദിയിലാണ്. അടുത്തത്, ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കാവേരി നദി. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കാവേരി നദി. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം എന്നറിയപ്പെടുന്നത് ചോലാമു തടാകമാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ചോലാമു തടാകമാണ്. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ബ്രേക്ക്ഫാസ്റ്റ് ഹണിമൂൺ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? ചിൽക്ക തടാകത്തിൽ. ബ്രേക്ക്ഫാസ്റ്റ് ഹണിമൂൺ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക തടാകം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഏത് തടാകത്തിലാണ്? ദാൽ തടാകം. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ദാൽ തടാകത്തിലാണ്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏത്? ദാൽ തടാകം. ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ
ദാൽ തടാകമാണ് ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ഏത് തടാകത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദാൽ തടാകം. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും ദാൽ തടാകത്തിന് സമീപത്താണ്. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചാൽ ദാൽ തടാകത്തിലാണ്. കാശ്മീരിൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാലും ദാൽ തടാകമാണ്. ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ശ്രീനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ഏത് തടാകത്തിനടുത്താണെന്ന് ചോദിച്ചാലും ദാൽ തടാകത്തിനടുത്താണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ നദികളും തടാകങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ PSCയിൽ ചോദിക്കാൻ ചാൻസുള്ള LDCയിൽ ചോദിക്കാൻ ചാൻസുള്ള 45 ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.